2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ അതിശക്തമായ തോതിലുള്ള സൈനിക നടപടി ആരംഭിച്ചതാണ്. പക്ഷേ ഇത്രയും നാളായിട്ടും ഇപ്പോഴും തുടർന്നു പോവുകയാണ്. എന്തുകൊണ്ട് ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് അതിന് ഒരുപാട് വിശദീകരണങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ അവിടെ അതിക്രമം കാണിക്കുന്നു എന്ന് വ്യാപകമായ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. അതുകൂടാതെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പരമാവധി ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് എപ്പോഴും ഇസ്രായേൽ സ്വീകരിക്കാറുമുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ ഹമാസ് അവർക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു മറയാക്കി ഉപയോഗിക്കുകയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഒപ്പം ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വകവരുത്തും എന്ന് നിരന്തരം ഇപ്പോഴും അവർ ഭീഷണി മുഴക്കുന്നുമുണ്ട്. ഏതായാലും ഇതിനൊരു പരിസമാപ്തി ഉണ്ടായേ തീരൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇയാൻ സമീർ തന്നെ ഇത് സംബന്ധിച്ച ഒരു നടപടിക്ക് അന്തിമ രൂപം നൽകിയിരിക്കുകയാണ്. ഇത് വളരെ വിശാലമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ വിഭാവനം ചെയ്യുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം സൈനികരെയാണ് ഇസ്രായേൽ ഗാസയിലേക്ക് അയക്കുന്നത്. ഗാസ വളയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പുതിയ സൈനിക പദ്ധതി. ഒപ്പം അവർക്ക് സഹായത്തിനായി വ്യോമസേനയുടെ വിമാനങ്ങളും കാണും. ഹമാസിന്റെ ഓരോരോ താവളങ്ങളായി പൊളിക്കുക, അവരുടെ ഭൂഗർഭ തുരങ്കങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ വലിയൊരു ദൗത്യമാണ് ഈ 1 ലക്ഷത്തോളം വരുന്ന ഈ സൈനികർക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് റിസ്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യ വിതരണം നടക്കുന്നുണ്ട്. പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഈ ഭക്ഷണം സാധനങ്ങളെല്ലാം തന്നെ തട്ടിയെടുത്തതിന് ശേഷം ഇസ്രായേൽ ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്ന് നിരന്തരമായി ലോകവ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലെ യുദ്ധം വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ അത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുകയും അവർ ഭക്ഷണം പോലും കിട്ടാതെ ദുരിതത്തിലാവുകയും ചെയ്യും എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ വളരെ കൃത്യമായും മനസ്സിലാക്കി അവിടെ തന്നെ ആക്രമണം നടത്താൻ ഈ 1 ലക്ഷത്തോളം വരുന്ന സൈനികരെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.